പോകാം. സംഭവ സ്ഥലത്ത് നിന്ന് AK സ്റ്റെഫനും ആശുപത്രിയിൽ നിന്നും രാഹുൽ ജി നാഥും ചേരുന്നുണ്ട്. ആദ്യം AK സ്റ്റെഫനിലേക്കാണ്. സ്റ്റെഫിൻ, പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. എന്തായാലും എങ്ങനെയാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ആ സ്ത്രീ അവര് വന്ന ആ ഒരു സമയത്തെ രീതിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. നീളമുണ്ടായിരുന്നു, മുഖംമൂടി ധരിച്ചിരുന്നു എന്നതുൾപ്പെടെ എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്? ആരെങ്കിലും കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ടോ പോലീസിന്? പൂജ, ഏതായാലും പോലീസിന്റെ അന്വേഷണം ഇങ്ങനെ പുരോഗമിക്കുകയാണ്. ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് കാറുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളൊക്കെ തന്നെ പോലീസിന്റെ പക്കലുണ്ട്. ഏതായാലും പോലീസ് ഒരു കാര്യം ഉറപ്പിക്കുന്നുണ്ട്, ഇത് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതക ശ്രമം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു പട്ടാപ്പകൽ ഒരു സ്ത്രീയെ വീട്ടിൽ കയറി തോക്കു ചൂണ്ടി വെടിവെക്കുന്നു എന്ന് പറയുന്നത് അസാധാരണമായ ഒരു സംഭവമാണ്. ഈ സമീപകാലത്തൊന്നും തന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു അസാധാരണമായ സംഭവമാണ്. അതുകൊണ്ട് തന്നെ പോലീസും അതീവ ഗൗരവത്തോടു കൂടിയാണ് ഈ കേസിനെ കാണുന്നത്. പ്രത്യേകിച്ചും ഈ ഷിനിയുടെ വീട് എന്ന് പറയുന്നത് ചെമ്പകശ്ശേരി ഭാഗത്താണ്. അവിടെ ഒരു പോക്കറ്റ് റോഡിനകത്തേക്ക് കയറിയാണ് ഷിനിയുടേതുൾപ്പെടെ ഒരു 4 വീടുള്ളത്. ആ ഭാഗം കൃത്യമായി തന്നെ അറിയാവുന്ന, നിരീക്ഷിക്കുന്നയാളാകാം ഇത്തരത്തിൽ ഈ ഒരു ശ്രമത്തിന് പിന്നിൽ എന്നുള്ളതാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുമായി ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പോലീസ് ഈ വീട്ടുകാരുടെ എല്ലാം തന്നെ മൊഴി വിശദമായി എടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെയും അതോടൊപ്പം തന്നെ അയൽക്കാരുടെയും ഈ കുടുംബാംഗങ്ങളുടെയും എല്ലാം മൊഴി എടുത്തിട്ടുണ്ട്. ഒപ്പം ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുള്ള ഷിനിയുടെ മൊഴിയും പോലീസ് സംഘം എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമാന്തരമായി CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും നടന്നു വരുന്നത്. ഇനി അറിയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ആരാണ് ഈ ഒരു വെടിവെപ്പിൻ്റെ ശ്രമത്തിന് പിന്നിൽ? അതോടൊപ്പം തന്നെ എന്താണ് ഇവരുടെ ഒരു ലക്ഷ്യം? അതോടൊപ്പം തന്നെ വേറെ ആരെങ്കിലും ഈ സ്ത്രീക്ക് ഒപ്പം ഉണ്ടായിരുന്നു എന്നടക്കമുള്ള 3 കാര്യങ്ങളാണ് ഇനി പോലീസിനെ കണ്ടെത്തേണ്ടത്. ഏതായാലും ഈ പ്രതികൾ വന്ന കാറ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൻ്റെ ഔദ്യോഗികമായ വിവരങ്ങളൊക്കെ തന്നെ ഇനി പോലീസ് പുറത്ത് വിടേണ്ടതുണ്ട്. ഈ കാറുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ തുടങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ ഷിനിയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും എല്ലാം മൊഴി എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണവും. പക്ഷേ വ്യക്തമായ സൂചനകളൊന്നും തന്നെ പോലീസിന്റെ മുൻപിൽ ഇപ്പോഴുമില്ല. പക്ഷേ അതീവ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മീഷണർ സ്പർജൻകുമാർ അടക്കമുള്ള ആളുകൾ ആ വീട്ടിലെത്തിയിരുന്നു, വീട്ടുകാരോട് സംസാരിച്ച് മൊഴിയെടുത്തിരുന്നു. പ്രത്യേകിച്ചും ഈ വഞ്ചൂർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഈ ഒരു മേഖലയിൽ, വഞ്ചൂർ സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയായി ഇതുപോലെയുള്ള പല തരത്തിലുള്ള അക്രമ സംഭവങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗൗരവത്തോടു കൂടി പോലീസ് ഈ കേസിനെയും കാണുന്നു. ഇപ്പോൾ ഏതായാലും പരിക്കേറ്റ ഷിനിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം ഫോറൻസിക്കിന്റെ അടക്കം പരിശോധനകൾ ഇപ്പോഴും വീട്ടിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടപടിക്രമങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നമുക്ക് ആശുപത്രിയിൽ നിന്നുള്ള വിവരത്തിലേക്ക് കൂടി പോകാം. രാഹുൽ ജി നാഥ് ചേരുന്നുണ്ട്, ഷിനി അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നും. രാഹുൽ, കൈപ്പത്തിക്കാണ് പരിക്കേറ്റിരിക്കുന്നത് ഷിനിക്ക്. ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? പോലീസ് എത്തിയിരുന്നു, മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ആ വക നടപടിക്രമങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ? നിവാസികളാണ് കിംസ് ആശുപത്രിയിലേക്ക് ഷിനിയെ എത്തിച്ചതൊപ്പം തന്നെ പോലീസുകാർ ഉണ്ടായിരുന്നു. പിന്നീട് പോലീസുകാർ ഒന്ന് മടങ്ങി. ഇപ്പോൾ മൊഴിയെടുപ്പ് തുടരുകയാണ്. വഞ്ചൂർ പോലീസാണ് നിലവിൽ മൊഴിയെടുക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വണ്ടിയിൽ ആശുപത്രിയിലേക്ക് സഞ്ചരിക്കുന്ന വഴിക്ക് തന്നെ അയൽവാസികളോട് സംസാരിച്ചിരുന്നു ഷിനി പറഞ്ഞത്, എന്നെ എന്തുകൊണ്ട് ആക്രമിച്ചു, എനിക്ക് അത്തരത്തിൽ ശത്രുക്കളില്ലല്ലോ എന്നുള്ള വലിയ ആശങ്ക, വലിയ ഭയമാണ് ഷിനി പ്രകടിപ്പിച്ചത്. കൈപ്പത്തിയിലാണ് വെടിയേറ്റത്. വെടിയേറ്റു. ഇവിടെ എക്സ്റേ എടുത്തപ്പോൾ കൈപ്പത്തിയിൽ പെല്ലറ്റിന്റെ സാന്നിധ്യമുണ്ടെന്നാണ് അയൽവാസികൾ നമ്മോട് പറഞ്ഞത്. അത്തരത്തിൽ ശസ്ത്രക്രിയയിലൂടെ ഇത് പുറത്തെടുക്കണം. സാരമായ പരിക്കല്ലെന്നവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പരിക്കുമായി ബന്ധപ്പെട്ട ആശങ്ക നിലവിലില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്ന് കിംസ് ആശുപത്രിയിൽ തുടരേണ്ടി വരും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാത്രമേ പുറത്തേക്ക് വിടുകയുള്ളൂ. മൊഴിയെടുപ്പ് തുടരുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ അക്രമി വന്നിട്ട് പറയുന്നത് കൊറിയർ നൽകാനാണ് എന്നാണ് പറയുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഷിനിയുടെ ഭർത്താവ് മാലിയിലാണുള്ളത്. അദ്ദേഹം നിരന്തരം കൊറിയർ അയക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു, അല്ലെങ്കിൽ കൊറിയർ അയച്ചുകൊണ്ടാണ് സാധനങ്ങൾ കൈമാറിയിരുന്നത്. അപ്പോൾ അത്തരത്തിൽ കാരണമായി പറഞ്ഞത് കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിശ്വസനീയമായൊരു കാരണമാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അവിടെ നിരന്തരം കൊറിയർ എത്തുന്ന വീടാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ആകണം ഈ പ്രതി ഇത്തരത്തിൽ കൊറിയർ ആണെന്ന് പറഞ്ഞത്. അങ്ങനെ ഒപ്പിടണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ഷിനി ചോദിക്കുന്നുണ്ട്, നിലവിൽ OTP ആണല്ലോ വരുന്നത്, പിന്നെ ഒപ്പിടേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞ് പേന എടുക്കാൻ അകത്തേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് തോക്ക് ചൂണ്ടിയത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അയൽവാസികൾ പറഞ്ഞ് മുഖത്തിന് നേരെയാണ് ചൂണ്ടിയെന്നാണ്. കാരണം എയർ ഗൺ ആയാൽ തന്നെ ആ ക്ലോസ് റേഞ്ചിൽ, അത് അത്രയും അടുത്ത് നിന്ന് വെടിവെക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതാണെന്നറിയാം. മുഖത്തിന് നേരെ ചൂണ്ടുന്നു. അപ്പോൾ തടയാൻ വേണ്ടിയാണ് കൈപ്പത്തി ഉയർത്തിയത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ ആസൂത്രിതമാണെന്ന് വിശ്വസിക്കാൻ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിലും ഇത് ആരാണെന്ന് ഷിനിക്ക് പറയാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തിവൈരാഗ്യമുള്ള ഒരാളെയും ഷിനിക്ക്
അറിയില്ല എന്നാണ് പറയുന്നത്. ഷെനിയെ സംബന്ധിച്ച് NHM-ലെ PRO ആണ്. കൂടെ ജോലി ചെയ്തവർ നമ്മോട് സംസാരിച്ചിരുന്നു. അത്തരത്തിൽ എല്ലാ മേഖലയിലുള്ള ആൾക്കാരുമായി വലിയ സൗഹൃദം പുലർത്തുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വ്യക്തിവൈരാഗ്യത്തോടെ എത്തേണ്ട സാഹചര്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും ഷെനിയുടെ മൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഷെനി ഇവിടെ 7ാം നിലയിലുള്ള മുറിയിലാണുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ആയിരിക്കും ഷെനി തിരിച്ച് പുറത്തേക്ക് ഇറങ്ങാം. ശരി, എന്തായാലും ആരാണ് ഇവരുടെ പിന്നിൽ, ആരൊക്കെയുണ്ട്, എന്തായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്നതുൾപ്പെടെയുള്ള കാര്യത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. AK സ്റ്റെഫനും രാഹുൽ ജി നാഥുമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.